ഹായ് രാവിലെ അനിയൻ്റെ ടീഷർട്ട് ഇട്ടിട്ട് നേരെ ജാതിച്ചോട്ട് പോയിരുന്നേ. രാവിലെയൊക്കെ അവിടെ പോയി ഒരു ഗ്ലാസ് ചായ എടുത്ത് പോയിരിക്കാൻ ഭയങ്കര രസമാണ്. നല്ല റിലാക്സിങ് ആയിരിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മുടെ വണ്ടി ഒന്ന് കഴുകിയേക്കാം. 2-3 ദിവസമായിട്ട് മഴയത്തോടെ ഇങ്ങനെ ഓടുകയാണല്ലോ. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് ചെളിയും പിടിക്കും. ബ്ലാക്ക് കളർ വണ്ടി ഉള്ളവർക്ക് അറിയാമല്ലോ സ്ഥിതി അല്ലേ. വണ്ടിയൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ കഴുകി നല്ല മിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഉണക്കപ്പയും ബീഫ് കറി ഉണ്ടായിരുന്നേ. അതും കുറച്ച് നൈസായിട്ടും കഴിച്ചു. എനിക്ക് കപ്പയും ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്ത്. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചായിരുന്നു നല്ല ചക്കപ്പഴമൊക്കെ ഉണ്ടാവില്ലേ എന്ന്. പക്ഷേ ചക്കയൊക്കെ ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ പോയി കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും പഴുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് നൈസ് റൈഡ് ചെയ്തു കേട്ടോ. നമ്മുടെ ചക്കയുടെ ഞെടുപ്പ് നല്ലപോലെ ചകിരിയൊക്കെ ഇട്ടിട്ട് ഉരച്ച് തേച്ച് വൃത്തിയാക്കണം. എന്നിട്ട് കുറച്ച് ചുണ്ണാമ്പെടുത്ത് തേച്ചിട്ട് ടൈറ്റാക്കി വെക്കണം. ഉഫ്, ഈ ചക്കയ്ക്കെങ്ങാനും വർത്താനം പറയാൻ പറ്റുമായിരുന്നെങ്കിലല്ലേ. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. എന്താണെങ്കിലും സംഭവം കിടിലായിട്ട് വർക്കിംഗ് ആയിരുന്നേ. നമ്മൾ 1.5 ദിവസം കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് എടുത്തു നോക്കി. അപ്പോഴത്തേക്ക് നല്ല പഴുത്ത് തുടുതുടാന്നിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഒരു ത്രില്ലിൽ പോയി ചക്ക വെട്ടി. ഈ ചക്ക പഴുത്തത് മാത്രമേ ഉള്ളോ അതോ ഉള്ളിൽ മധുരവും കൂടെ